മോർണിംഗ് ഓൾ പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് SSLC എക്സാമിനേഷൻ മാർച്ച് 2020 ആണ്. നമ്മുടെ ഹിന്ദീൻ്റെ പേപ്പറിലാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം 1.5 മണിക്കൂറിൻ്റെ എക്സാമാണ്. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ്. ആദ്യം തന്നെ നമുക്കറിയാം ബീർബഹൂട്ടിയിലെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ സാഹിൽ ഓർ ബേല ബീർബഹൂട്ടിയും കൈസെ ഗോസ്തെ എങ്ങനെയാണ് അവർ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. നസ്ദീഖാണ് നമുക്കറിയാം, അപ്പോൾ ഓപ്ഷൻ സി ആണ്. അതുപോലെ ഈ ഒരു തന്നിരിക്കുന്ന പട്കഥ ഉണ്ടാക്കാനായിട്ട് തന്നിരിക്കുന്ന പാഠത്തിൻ്റെ ആ ഒരു ഏരിയ വെച്ച് പട്കഥ ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ആയാം കലാമിലിയാണ്. അതിനകത്ത് ഹംനാം എന്നതിൻ്റെ മത്ലബ് മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അതായത് സാമൻ നാം വല അങ്ങനെ, കാരണം ഒരേ സിമിലർ നെയിം ഉള്ളത് അങ്ങനെ ഒരു മീനിങ് ആണ് വരുന്നത്. അടുത്തത് ചോട്ടു അപ്നി മസ്ജിൽ മിൽത്തി ഹേ. ഇതിനകത്ത് തന്നിരിക്കുന്ന പാരഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ഡയറക്റ്റ് എഴുതാൻ പറ്റും. അതിനകത്ത് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഓർ ക്വസ്റ്റ്യൻ ആണ്. കത്ത് അല്ലെങ്കിൽ പോസ്റ്റർ. ഞാൻ പ്രിഫർ ചെയ്യുക പോസ്റ്റർ ആയിരിക്കും, കാരണം ടൈം ഒരുപാട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് സബ്സെ ബിഡേ ഷോമാൻ. അതിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. കറക്റ്റായിട്ടുള്ള വാക്ക് സെലക്ട് ചെയ്യാനായിട്ട് ചോദിച്ചേക്കുന്നത്. മാം എന്നത് സ്ത്രീലിംഗ് വരേണ്ടത് കൊണ്ട് ലഘി ആയിരിക്കും. അതുകൊണ്ട് നമുക്കറിയാം ലഘിക്ക് മുമ്പിൽ എപ്പോഴും ലഗി അങ്ങനത്തെ ആ ഒരു വേർഡിന് മുമ്പിൽ എപ്പോഴും, ശബ്ദത്തിന് മുമ്പിൽ എപ്പോഴും നെ എന്നതും വരും. അപ്പം സോച്ച് നെ, അവിടെ നെ വരുന്നതുകൊണ്ട് നമുക്ക് നെ എടുക്കാം. അതുപോലെ തന്നെ മാം ആയതുകൊണ്ട് ലഗി ആയിരിക്കും വരിക. ഇനി പുല്ലിംഗ ഏകവചനാണെങ്കിൽ ലഗായും, പുല്ലിംഗ ബഹുവചനാണെങ്കിൽ ലഗേയും, സ്ത്രീലിംഗ ഏകവചനാണെങ്കിലും ബഹുവചനാണെങ്കിലും ലഗി ആയിരിക്കും വരിക. പിന്നെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. പിന്നെ ബാച്ചീത്തും ഓർഗോസിനായിട്ട് റപ്പടുമായിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിലും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളത് ബാച്ചീത്ത് തന്നെയാണ്. അടുത്തത് ബച്ചെ കാംപർ ജാ രഹേ ഹേ, ആ ഒരു ചാപ്റ്ററിലെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിശേഷൻ ശബ്ദ് കണ്ടുപിടിക്കാനായിട്ടാണ്. ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ വരികളുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ദിശാഹീൻ ദിശ എന്നതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഗ്രാമർ പാർട്ടാണ്. അതിൻ്റെ ആൻസറിൽ ലാസ്റ്റ് ഓപ്ഷനാണ് വഹ് പ്ലസ് നെ ഉസ്നെ എന്നാണ് വരിക. അടുത്തത് ബൂട്ടാമുല്ലാഹ് എന്തുകൊണ്ടാണ് തിരിച്ചു പോകാമെന്ന് പറഞ്ഞതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്താണ്? കോൾഡ് ആയതുകൊണ്ട് ഓപ്ഷൻ എ തന്നെയാണ് വരിക. അടുത്തത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ടിപ്പണി എഴുതാം, അതായത് ചരിത്രകഥ വിശേഷണതായവും അതിൻ്റെ ഒരു ടിപ്പണി ആരുടെയാണ്? ബുട്ടേമല്ലാഹിൻ്റെയും. അതുപോലെ ഓർ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഡയറിയുമാണ്. ഇനി ടാക്കൂർ കാ കുയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് മുഖ്യ സമസ്യ 14ാമത്തെ ക്വസ്റ്റ്യൻ അതാണ് ചോദിച്ചിരിക്കുന്നത്. മെയിനായിട്ട് അത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്. ഊച്ച് നീച്ച് ക ബേബാദിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അപ്പർ ലോവർ ആ ഒരു ഡിഫറൻസിനെ കുറിച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്താണ് നമ്മൾ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ചെയ്യാം. ഇതിനകത്ത് റിവാസി പാബന്ദിയോം കാ വിരോധ് കർണ ചാഹിയെ. അടുത്തത് ഊച്ച് നീച്ച് ക ബേബാദ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റും, കാരണം അതെന്താ? സ്വസ്ഥ സമാജ് കാ ലക്ഷൻ നെഹി ഹേ, അതാണ് ഓപ്ഷൻ വരിക. അടുത്തത് ഘടലോക്, അതായത് എന്താ പറയുക, ദുഷ്ടരായത് എന്നാണ് അതിൻ്റെ മീനിങ്. ദുഷ്ടരായ ആളുകൾ, അത് മാച്ച് ചെയ്യാൻ പറ്റുക. വിരോധ് കർണ അപരാധ കർത്തേഹ. അപരാധം മീൻസ് അവർ ദുഷ്ടരായ മനുഷ്യർ അപരാധങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ. ഇനി ടാക്കൂർ കെ കുയേക്ക പാനി സാരാ ഗാവ് പീത്താഹെ, അതായത് ടാക്കൂറിൻ്റെ കിണറിലെ വെള്ളം മുഴുവൻ ഗ്രാമത്തിലെ ആളുകളും കുടിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. അടുത്തത് ബസന്ത് മേരെ ഗാവുക എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് ഫുൾ ദേക്ക ത്യോഹാർ കിസ് ഋതു മേം മനായ ജാത്താഹെ. ഏത് ഋതുവിലാണ് വസന്ത്? നമുക്കറിയാം ആദ്യത്തെ വരിയിൽ തന്നെ അത് പറയുന്നുണ്ട്. ആ ചാപ്റ്ററിലെ തന്നിരിക്കുന്നതിൽ ആദ്യത്തെ വരിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി സഹി വാക്യ ചുൻകറിലേക്കോ കറക്റ്റായിട്ടുള്ള സെലക്ട് ചെയ്തെടുക്കാൻ നമുക്കറിയാം. ബച്ച ഫൂൽ
ചുൻതാഹയാണോ ചുൻത്തിയാണോ ചുൻത്തയാണോ അതാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാമർ പാർട്ടിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്തത് ബച്ച എന്നായതുകൊണ്ട് ചുൻതാഹെ എന്നാണ് ആൻസർ വരിക. അടുത്തത് ഈ വാക്യ പിരമിഡാണ്. ഇതിനകത്ത് ടോലിയോ ധൂംതി ഹെ, ബച്ചോം കി ടോലിയും ധൂംതി ഹെ. അടുത്തത് ബച്ചോ ഖുഷി ടോലിയം ഗുംതി ഹെ. അടുത്തത് ഗാവ് ഗാവ് മേം, അതായത് ഉദ്ദേശിക്കുന്നത് ഗ്രാമങ്ങൾ തോറും കുട്ടികൾ സന്തോഷത്തോടെ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഈസി ഉള്ളൊരു പേപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. SSLC എക്സാമിനേഷൻ മാർച്ച് 2020 ക്വസ്റ്റ്യൻ പേപ്പറാണിത്.